പ്രതാപ വന്നിട്ടുണ്ട്. അവളും അവനും കണ്ണനിൽ ലക്ഷ്മിയെ കാറ് കണ്ടപ്പോ തന്നെ മനസ്സിലായമേ. അകത്തിരിപ്പുണ്ട്. വാ, ഞാൻ അവനോട് നമ്മുടെ കുഞ്ഞിനെ ഇട്ട് കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോ അവൻ പഴംപുരാണോ പറഞ്ഞോണ്ടിരിക്കുക. അവന്റെ അച്ഛൻ ചത്ത കഥ. ഞാൻ മോളെ കണ്ടിട്ടാ വരുന്നേ. എല്ലാത്തിനും ഒരു പരിഹാരം കാണാമെന്ന് ഞാൻ അവക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് പരിഹാരം? പരിഹാരം കാണാതെ നമ്മൾ ജീവനോട് ഇരിക്കുന്നതിനകത്ത് അർത്ഥം ഉണ്ടോമേ? പൊന്നുപോലെ വളർത്തിയെന്ന് പല അച്ഛനമ്മമാരും മക്കളെ പറ്റി പറയാറുണ്ട്. എന്നാ പൊന്നുപോലല്ല, പൊന്നിൽ കുളിപ്പിച്ച നമ്മൾ നമ്മുടെ മോളെ വളർത്തിയേ. ആ മോളാ ഇപ്പൊ കമലേശ്വരൻ തറവാട് തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്തത് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നേ. അതിന്റെ ഒരു കുത്തലുണ്ടല്ലോ, അത് തീരണമെങ്കിൽ ചില കർമ്മങ്ങൾ ഉടനെ നടന്നേ പറ്റൂ. അമ്മവാ. നീ എന്റെ മോളെ കൊല്ലാതെ കൊല്ലുവാണല്ലേ? നിങ്ങളെ കൊന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി. അതുകൊണ്ടാ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന അവളെ തന്നെ ശിക്ഷിക്കാന്ന് കരുതിയത്. അവൾ എന്ത് കുഴപ്പം കാണിച്ചാലും അതിന് ശിക്ഷ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ ജയിൽവാസം ഒഴിവാക്കാനും എന്റെ മനസ്സിന് ഒരു തൃപ്തി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്ക് ഇങ്ങനൊരു വിധി കൊടുത്തത്. എന്റെ അച്ഛൻ എനിക്കെന്തായിരുന്നു എന്ന് ഞാൻ കുറച്ചു മുമ്പ് ഇവരോട് പറഞ്ഞിരുന്നു. അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അച്ഛൻ വലിയൊരു അസുഖം വന്നൊന്നുമല്ല മരിച്ചത്. അന്നത്തെ നാളുകൾ എനിക്ക് പിന്നീട് ഓർക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ലോറി കാണുന്നത് എനിക്ക് പേടിയാ. പിന്നെ എന്റെ മഹിയുടെയും കല്യാണത്തിന് മുമ്പ് ഞാനിതൊന്നും അറിയാതിരുന്നത് നന്നായി. അറിഞ്ഞിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ പെണ്ണെടുക്കില്ലായിരുന്നു. അതാടാ ഞങ്ങളുടെ കുഞ്ഞിന്റെ കാലക്കടായി പോയത്. നീ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഈ കല്യാണം നടക്കത്തില്ലായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആര് തെറ്റ് ചെയ്താലും എന്നെങ്കിലും ഒരു ദിവസം എല്ലാം പുറത്തു വരും. ഇനി ഒരിക്കലും പഴയ പ്രതാപനിലേക്ക് നിങ്ങൾക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. നിങ്ങളുടെയും ഇവരുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ മകളുടെയും സന്തോഷവും സുഖവും എല്ലാം ഇവിടെ തീർന്നു എന്ന് കരുതിക്കോ. ഒന്നും അവസാനിച്ചിട്ടുള്ള എന്റെ കുഞ്ഞിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നന്നായിട്ടുണ്ട്. പുറത്ത് സംസാരമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മോളെ. അയാള് വന്നു തോന്നുന്നേ. വരട്ടെ വരട്ടെ. ഇനി എന്തായാലും കണ്ണേട്ടൻ പറയുന്നത് അയാൾ കേട്ട് നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു അയാൾക്ക് നന്നായിട്ട് അറിയാം. മതി മോളെ സൗന്ദര്യമൊക്കെ നോക്കിയത്. ഈ ബർത്ത്ഡേക്ക് അമ്മ കേക്ക് മുറിക്കുമ്പോ എന്തായാലും അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യും. അതൊക്കെ എന്തെങ്കിലും എടുത്ത് നോക്കുമ്പോ ഒരു സന്തോഷമല്ലേ അമ്മേ? ഒരുപാട് സന്തോഷിക്കുന്നത് ശരിയല്ല മോളെ. നമ്മൾ ആർഭാടത്തോടെ കേക്കൊക്കെ മുറിക്കുമ്പോ കരുണ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഇവിടെ കേക്ക് മുറിക്കുന്ന സമയത്ത് അവളും കാണും ഞങ്ങളുടെ കൂടെ. അമ്മയ്ക്ക് അവളുടെ കഷ്ടപ്പാടി വേദനയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വേദനയൊന്നുമില്ല. ഒരു വീട് നോക്കാൻ അവളെ പഠിപ്പിക്കല്ലേ കണ്ണനും മോളും കൂടെ. അതെന്തുകൊണ്ടും നല്ലതാ. എന്നും അവളെ സ്നേഹിക്കുന്നവര് അവളുടെ കൂടെ കാണില്ലല്ലോ. ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാ അവൾക്കും ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടാവണ്ടേ? അത്രേ ഞാനും കരുതിയുള്ളൂ. ദേ
അമ്മയ്ക്ക് 2 സാരിയാ കണ്ണേട്ടൻ വാങ്ങിയത്. അതുകൊണ്ട് ആദ്യം ഈ സാരി ഉടുത്ത് അമ്മ വന്നാ മതി. അതിനുശേഷം അമ്മ ഈ സാരി ഉടുത്ത് ഫംഗ്ഷന് വരണം. കേക്ക് മുറിക്കുന്ന സമയത്ത് ഞാൻ ഇത് ഉടുത്തോളാം. ആ, അതിനു മുമ്പ് ഉടുത്തൊരുങ്ങി വരാൻ ഇത് പെണ്ണ് കാണൽ ചടങ്ങൊന്നും അല്ലല്ലോ. ഈ 2 സാരി അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത് കണ്ണേട്ടനാ. അതുകൊണ്ടാ കണ്ണേട്ടൻ ഇന്ന് കാണിക്കാന്ന് പറഞ്ഞത്. അത് വേണ്ട മോളെ. ദേ, ഈ പ്രായത്തിൽ അമ്മയ്ക്ക് ഭയങ്കര നാണാണല്ലോ. ഓരിച്ചൊരിയുന്ന മഴയത്ത് ലോറി ഡ്രൈവ് ചെയ്ത് വന്ന് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ അബദ്ധത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അല്ല, എന്റെ അമ്മാവന്റെ കാര്യം ചോദിച്ചത്. അയാൾ എന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നെയൊന്നും അല്ലല്ലോ. അതിന് അന്ന് എനിക്ക് വാമേട്ടനെ അറിഞ്ഞു പോലും കൂടുതൽ വേണ. കണ്ണേട്ടാ, കണ്ണേട്ട സെലക്ട് ചെയ്ത സാരിയാ. വാ. എങ്ങനുണ്ട്? നന്നായിട്ടില്ലേ? ഇനി ഈ പ്രായത്തിൽ ഇതുപോലുള്ള സാരിയെ കൊടുത്ത് ഇവിടെ എവിടെ പോകാനാ? ദാ, അമ്പലത്തിലാണെന്ന് പറഞ്ഞേ രാവിലെ വൈകിട്ടും ഒക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരമായിട്ട് കുറെ പേര് തൊഴാൻ കൂടിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു. ദേ, കണ്ണൻ ഇവിടെ ഇരിക്കുമ്പോഴേ ഇതുപോലെ സംസാരിക്കാൻ അമ്മയ്ക്ക് നാണമില്ലേ? ഉള്ള കാര്യം പറയുന്നതിന് ഞാനിതിനടി നാണിക്കുന്നേ. എന്നപ്പോ അതെന്തൊരു പോക്കാ മോനെ. ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചപ്പോഴാ ഇതൊക്കെ ഉടുക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയത്. ചായയും പലഹാരവും കഴിച്ചിട്ട് പോകാം. ആയിക്കോട്ടെ. വാ മോളെ. നിക്കടെ അവിടെ. വേണ്ട പ്രതാപ, വേണ്ടാന്ന്. ഒന്നും ചെയ്യില്ല പ്രതാപേട്ട, ഒന്നും ചെയ്യില്ല. അയ്യോ, വേണ്ട, ഒന്നും ചെയ്യില്ല പ്രതാപേട്ട. വേണ്ട വേണ്ടാതെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞില്ലടാ കണ്ണ. പ്രതാപേട്ട വേണ്ട. എടാ, എന്റെ കുഞ്ഞിനെ നിന്റെ വീട്ടിൽ കഷ്ടപ്പെടുത്തരുത്. ഞാനും എന്റെ അമ്മയൊക്കെ നിന്റെ കാലി പിടിച്ച് പറഞ്ഞല്ല പന്നം. എന്നിട്ട് അവള് തൂക്കുകയും തുടക്കൊക്കെ ചെയ്യുന്ന രംഗങ്ങള് മൊബൈലിലൂടെ കാണേണ്ട ഗതികേടില്ലായിരുന്നു ഞങ്ങള്. അതിനൊക്കെ കാരണക്കാരി ഒറ്റൊരുത്തിയ. വേണ്ട. എന്താടാ, നിന്റെ അച്ഛനെ കൊന്നതല്ലേ എന്റെ പേരിലുള്ള കുറ്റം? എന്നാലേ നിന്റെ അച്ഛനെ പിന്നാലെ നിന്റെ ഭാര്യയെ കൊന്നത് ഞാനാണ്. നീ നാട്ടുകാർക്ക് മുഴുവൻ വിളിച്ചു പറഞ്ഞോ? ഏത് കോടതിയിൽ വേണമെങ്കിലും പോയി പറഞ്ഞോ? എല്ലാം അറിഞ്ഞിട്ട് അവരെന്നെ തൂക്കിക്കൊല്ലട്ടെ, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷിക്കട്ടെ. അവർ ഏത് ശിക്ഷ എന്നാലും എനിക്ക് ഒരു കുന്തൂലടാ. എന്നാലും ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. അടുക്കരുത് കണ്ണാ, അടുക്കരുത് പറഞ്ഞ. ഇന്നത്തോടെ ഞാൻ ചെയ്ത പാപം ഞാൻ തന്നെ കഴുകിക്കളയാൻ പോവാ.
നിന്റെ കയ്യിലോട്ട് ഇവളെ പിടിച്ചു വന്നില്ലേ? അതെ, എന്റെ മോളെ കഷ്ടപ്പെടുത്താനല്ലടാ പഞ്ഞ്. ഇവളുടെയും നിന്റെയും അഴുക്ക തുണി അലക്കാനല്ല. ഞങ്ങളുടെ മോളെ നിന്റെ തറവാട്ടോട്ട് പറഞ്ഞു വിട്ടേ. എടാ, പെൺമക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും അതൊന്നും ഒരു പരിധിക്കുള്ളിൽ സഹിക്കാൻ പറ്റില്ലടാ. എന്റെ മോളെ അടുക്കളക്കാരിയാക്കി നീയും ഇവിടെ കൂടെ അവളെ കൊന്നു. അത് വരണ്ടാ. ഈ നിമിഷം ഇവിടെ വെച്ച് ഞാൻ ഇവളെ കൊല്ലാൻ പോകും. ഒന്നും ചെയ്യരുത് സർ, ഒന്നും ചെയ്യരുത് സർ. ഞാൻ നോക്കില്ല. എന്റെ മോളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേടി. ഇനി നീ ജീവിച്ചിരുന്ന എന്റെ മോക്ക് പ്രശ്നം. എന്താ ഇത്? ഒറ്റ നടക്കരുത്. എടാ, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ള നിന്നെ ഞാൻ ഒന്നും ചെയ്യല്ലേ കണ്ണാ. കൊല്ലല്ലേ എന്റെ പൊന്നുമോനെ, കൊല്ലല്ലേ 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 മോനെ, എന്റെ പൊന്നുമോനെ കൊല്ലല്ലേ കൊല്ലല്ലേ, ഒന്നും ചെയ്യല്ലേ.
വേണ്ട കണ്ണേട്ടാ. ഒന്നും ചെയ്യല്ലേ. അയ്യോ, അയ്യോ. എന്റെ അച്ഛനോടൊപ്പം നീ എന്റെ ഭാര്യയും പറഞ്ഞു വിടുവല്ലടാ. നീ ചെയ്ത തെറ്റിന് നിന്റെ മോളെ ഞങ്ങൾ ശിക്ഷിച്ചപ്പോ അത് സഹിക്കാൻ പറ്റാതെ നീ ഇയാളെ കൊല്ലും അല്ലടാ. പ്രതാപ. നോക്കണ്ട രണ്ടും. ഇത് വീൽ ചെയറിലിരിക്കുന്ന കണ്ണനല്ല, നന്നായി നടക്കുന്ന കണ്ണനാ. ദാ നോക്ക്, എന്റെ കാലുകൾക്ക് ഇപ്പൊ നല്ല ബലമുണ്ട്. അത് നിനക്ക് മനസ്സിലായി കാണൂല്ലോ പ്രതാപ. അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താല് എന്റെ നട്ടലിന് ചലനശേഷി കിട്ടിയടാ. അങ്ങനെ ചലനശേഷിയുള്ള നട്ടലും നന്നായി ചലിക്കുന്ന കാലുമായിട്ടാ ഞാൻ മല കയറിയത്, അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. ഒരു ദിവസം ഈ വീടിന് പുറത്തു വന്ന് മുഖം മറച്ച് നിന്നെ തല്ലി അവശനാക്കിയില്ലേ, അത് മാർക്കോയല്ല, ഞാൻ തന്നെയാ. അന്നെനിക്കറിയില്ലായിരുന്നു എന്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കില് ആ രാത്രി തന്നെ നിന്നെ ഞാൻ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചാനെ. ഇതെന്റെ ഭാര്യയാ. ഇതെന്റെ ഭാര്യയുടെ അമ്മയും. എന്റെ രണ്ടാനമ്മയെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയുടെ അമ്മ. എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോയ ശേഷം എനിക്ക് കിട്ടിയ എന്റെ സ്വന്തം അമ്മ. അങ്ങനുള്ള അമ്മയോ മഹിയോ ഇനി ഈ വീട്ടിലേക്ക് വരുമ്പോ തല്ലാനോ കൊല്ലാനോ നോക്കിയാ നീ ജയിലിലേക്ക് പോവും. അത് വെറും പോക്കായിരിക്കില്ല, വെള്ള പുതച്ച് കിടക്കുന്ന നിന്റെ മോളുടെ ശരീരം കണ്ടിട്ടായിരിക്കും നീ യാത്ര പോകുന്നത്. അവളെ അടുക്കളയെ കയറ്റി വീട്ടുപണി ചെയ്യിക്കാൻ അറിയാമെങ്കില് അവളെ കൊല്ലാൻ എനിക്ക് മടിയില്ലടാ. എന്റെ ഭാര്യയുടെയും അയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നിന്റെയും നിന്റെ മോളുടെയും വാർദ്ധക്യം ബാധിച്ചിട്ടും തുരുമ്പ് പിടിച്ച മനസ്സുമായിട്ട് നിൽക്കുന്ന നിന്റെ അമ്മയുടെയും കൂടെ ജീവൻ എടുക്കേണ്ടി വന്നാ അതിനും എനിക്ക് മടിയില്ലെന്നാ പറഞ്ഞത്. കണ്ണാ മോനെ, എന്റെ പൊന്നു മോനെ, ഇവനൊരു അബദ്ധം കാണിച്ചതാണ്. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാണോ നിങ്ങളുടെ മോൻ കാണിച്ച അബദ്ധം? അയ്യോ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മോൻ ഒന്നും ചെയ്യില്ല. എന്റെ പൊന്നു മോഹിനി, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇവൻ കയ്യിൽ കഠാരിയായിട്ട് നടക്കുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ പൊന്നു മോഹിനി, ഒന്ന് പറയേ, ഒന്നും ചെയ്യല്ലേ എന്ന് പറയേ, ഒന്നും ചെയ്യല്ലേ എന്ന് പറ. മരിക്കാൻ നിനക്ക് പേടിയാ പ്രതാപ. ജയിലിൽ കിടന്നാലും കുറെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി വരാന്നാ നിന്റെ ധാരണ. പക്ഷേ ഒരു സമയത്ത് നീ എന്നെ കൊന്നതാ. ആ അപകടത്തിൽ എന്റെ അച്ഛനാണ് മരിച്ചെങ്കിലും അതിനേക്കാളും ദുരന്തങ്ങൾ അനുഭവിച്ചത് ഞാനാടാ. ജഡത്തെ പോലെ ഞാൻ കഴിഞ്ഞത്. മഹാലക്ഷ്മി എന്ന എന്റെ ഭാര്യ ജീവിതത്തിലേക്ക് വരുന്നത് വരെ 12ാമത്തെ വയസ്സിൽ എന്റെ ഹൃദയം ചൂഴ്ന്നെടുത്തതാ. നീയാണ് എന്റെ അച്ഛനെ കൊന്നെന്ന് അറിഞ്ഞ ശേഷം മാർക്കോ എന്നോട് പറഞ്ഞതാ നിന്നെ തല്ലി കൊല്ലട്ടെ എന്ന്. അതിനൊക്കെ ഞാനാ തടസ്സമായിട്ട് നിന്നത്. ഇനി നീ നിന്റെ മോളും മനുഷ്യരായിട്ട് ജീവിച്ചില്ലെങ്കിൽ ആരെ ഞാൻ കൊലയാളിയാക്കില്ല. ആരും കൊലക്കുറ്റത്തിന്റെ പേരില് കോടതി കയറാനും പാടില്ല. ആ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുക്കൂടാ. ഞാൻ ജയിലിലേക്ക് പോയാ
എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അവരുടെ 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടടാ. പക്ഷേ പിന്നീട് നിന്റെ മോള് ജീവിക്കില്ല. കരുത്തിന്റെ കാര്യത്തിൽ ഞാൻ മാർക്കോയ്ക്ക് പിന്നിലല്ല, ആർക്ക് പിന്നിലല്ല. അത് നീ മനസ്സിൽ വെച്ചോ. കരുണമോളെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാ ഇവൻ വേണ്ടാത്ത പണിക്കൊക്കെ പോയത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല കണ്ണമോനെ, ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങളുടെ വാക്കിന് ഒരു വിലയും ഇല്ലാന്ന് നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മോനുമാണ്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കരുണയെ രാജകുമാരിയും മഹിയെ അവളുടെ ദാസിയാക്കാനല്ലേ അവരെ രണ്ടാളെയും കമലേശ്വരത്തേക്ക് പറഞ്ഞു വിട്ടത്. എന്നാ കേട്ടോ, അങ്ങനൊരു കാഴ്ച മരണം വരെ അമ്മയും മോനും കാണാൻ പോകുന്നില്ല. ഉണ്ണിയുടെ മാസശമ്പളം കൂടെ നിർത്തിക്കൊടുത്താ അവിടെ തീരും നിന്റെ മോളുടെ ജീവിതം. അവന് മാസാമാസം കിട്ടുന്ന ശമ്പളം കിട്ടാതിരിക്കാൻ കാരണക്കാരി നിന്റെ മോളാണെന്ന് അറിഞ്ഞാ അവൻ അടുത്ത നിമിഷം അവളെ ഇവിടെ കൊണ്ടുവിടൂടാ. നിന്നെ പോലെ തന്നെ പണത്തെ സ്നേഹിക്കുന്ന ഒരു മരുമോനെയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിന്റെയും ഇവരുടെയും കർമ്മഫലമാടാ. ഇനിയുള്ള കാലം മുഴുവൻ രണ്ടിന്റെയും മരണം വരെ ഇവരും നീയും കാണാൻ പോകുന്നത് രാജകുമാരിയെ പോലെ ജീവിക്കുന്ന എന്റെ ഭാര്യയായിരിക്കും. അവിടെ കരുണ എന്ന അച്ഛന്റെയും മുത്തശ്ശിയുടെയും വാത്സല്യം അമിതമായിട്ട് അനുഭവിച്ചു വളർന്ന നിന്റെ മോള് ദാസിയായിട്ട് തന്നെയായിരിക്കും ഇനിയുള്ള കാലം മുഴുവൻ കഴിച്ചു കൂട്ടാൻ പോകുന്നത്. അതിനവൾക്ക് പറ്റിയില്ലെങ്കിൽ അവൾ ആ വീടിന്റെ പടിയിറങ്ങി പോണം. ഒരമ്മയുടെ വയറ്റിലാ എന്റെ ഭാര്യ അവളുടെ അനിയത്തിയും ജനിച്ചു പോയത്. അതുകൊണ്ട് ഈ അമ്മയെ ഓർത്തിട്ട് മാത്രമാ അവൾക്ക് ഞാൻ കുറച്ച് ആനുകൂല്യം കൊടുത്തത്. ഇനി അതുമില്ല. അടിക്ക് തിരിച്ചടി, അത് തന്നെയാ തീരുമാനം. അത് നീ നിന്റെ മനസ്സിൽ കുറിച്ചിട്ടോ പ്രതാപ. ഇവൻ മറന്നു പോവാണെങ്കിലേ നിങ്ങളത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചോ. വാടോ. ഞാൻ നടന്ന വിവരം നിന്റെ മകളോടും മറ്റുള്ളവരോടും പറയണമെങ്കിൽ നിനക്ക് പറയാം. പക്ഷേ നിന്റെ നാവിന്ന് ആ രഹസ്യം പുറത്തു പോയാ പിന്നെ ഈ വീട്ടുമുറ്റത്തൊരു പോലീസ് വാഹനം വന്നു നിൽക്കും നിന്നെ തൂക്കിക്കൊണ്ടു പോവാൻ. അതോടെ മനസ്സിൽ വെച്ചോ. നടക്കാൻ കഴിഞ്ഞിട്ടും വീൽ ചെയറിന്റെ സഹായം തേടിയത് എന്റെ വൈകല്യത്തെക്കാളും 10 മടങ്ങ് വൈകല്യം നിന്റെയൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാ. ഇനി കുറച്ചുപേര് കൂടി സത്യം അറിയാനുണ്ട്. അവരത് അറിയുന്നതിന് മുമ്പൊന്ന് സന്തോഷിക്കട്ടെ. ഞാനിപ്പോഴും വീൽ ചെയറിലാണെന്ന് കരുതിക്കോട്ടെ. സുമേഷ് ഏട്ടാ, വീൽ ചെയർ എടുത്ത് വെക്കേ. താങ്കർ. സൂക്ഷിക്കണേ അമ്മ. എന്തിനാ സൂക്ഷിക്കുന്നത്? അവനും അവന്റെ അമ്മയ്ക്ക് ചുണയുണ്ടെങ്കിൽ അമ്മയുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നുള്ളിയിട്ട് നോക്കട്ടെ. അമ്മയുടെ കണ്ണൊന്നും നനയിച്ച് നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ അച്ഛനും അമ്മയില്ല. ആകെക്കൂടെ എനിക്ക് ആത്മാർത്ഥമായിട്ട് അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നത് ആ നിൽക്കുന്ന മഹിയുടെ അമ്മയെ മാത്രമാ. ആ അമ്മയൊന്ന് നുള്ളി നോവിച്ചാ പിന്നെ ഈ നിൽക്കുന്ന നിന്റെ അമ്മ കാണുന്നത് ചോര വാർന്നു കിടക്കുന്ന നീ എന്ന അസുരനെ ആയിരിക്കും. താങ്കർ.
മോളെ മോനെ പ്രതാപ അവൻ നടന്നു. നടന്നു. എന്നാലും അവൻ നടന്നിട്ട് ആ നടന്ന വിവരം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടി. എന്തിനാ പറയുന്നത്? എന്റെ മരുമോൻ നടന്നു എന്ന് പറയുമ്പോ രണ്ടാൾക്കും സന്തോഷാവോ? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ ഇന്ന് കാണാമായിരുന്നു. വേണ്ടട, ഒന്നും പറയണ്ട. അല്ല, പറയട്ടെ. ഇയാൾ എന്തു പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഇയാളെ ഞാൻ ഭയക്കാനും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ പേടിയൊക്കെ പോയിട്ട് കാലം കുറേയായി. മരുമോൻ കൊടുത്ത ധൈര്യമാ. ഇനിയിപ്പോ അവളോട് മയത്തിലൊക്കെ സംസാരിച്ചാ മതി. നീ വാ. അയ്യോ ഉമ്മേ. അതൊക്കെ ഞൊണ്ടുവാണല്ലോടാ. അതെ, അവൻ നേരെ നടന്നു തുടങ്ങിയപ്പോ എനിക്ക് മുടന്നായി. അവനെന്നെ താഴെയിട്ട് ചവിട്ടി കൂട്ടിയതല്ലേ അമ്മേ. കാലിന്റെ ചിരട്ടയൊക്കെ തകർന്നെന്നാ തോന്നേ. അമ്മ ഒന്ന് പിടിക്കേ, ഒന്ന് പിടിച്ചേ. എന്റെ അമ്മ. പതുക്കെ. പതുക്കെ. അയാളെന്നെ കൊല്ലാൻ നോക്കിയത് ജയിലിലേക്ക് പോകാൻ ഉറപ്പിച്ചു തന്നെയാ. അങ്ങനെയുള്ള ആള് നടന്നതൊക്കെ എല്ലാരോടും പറയാൻ സാധ്യതയുണ്ട്. പറയുന്നെങ്കിൽ പറയട്ടെ. അയാളുടെ നാവിലൂടെ എല്ലാവരും എല്ലാം അറിയട്ടെ. പക്ഷേ സ്വന്തം മകളെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ ഇത്തരം കാര്യങ്ങൾ അവളെ അറിയിക്കോ? അങ്ങനൊരു സംശയം എനിക്കില്ലാതില്ല. അവളിതറിഞ്ഞ പൊട്ടിത്തെറിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഞങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ സന്തോഷമായിരുന്നു അവൾക്ക്. ഇപ്പം അതൊക്കെ മാറി എല്ലാം ഞാൻ നേടിയ അവസ്ഥയിലാ. അതവളെ എത്രത്തോളം തളർത്തുമെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ നടന്നവനെ തല്ലുന്ന സമയത്തെ പ്രതാപനും അയാളുടെ അമ്മയും ഞെട്ടിയൊരു ഞെട്ടലുണ്ടല്ലോ, അതിപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുക. അതെ അതെ, തല്ലിന്റെ ആഘാതത്തെക്കാളും കണ്ണേട്ടൻ നടന്നതാ അവരെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞത്. സ്വന്തം മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അയാൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കാളും വളരെ വളരെ മുകളിലാ കരുണയ്ക്കുണ്ടാവുന്ന തിരിച്ചടികൾ. അതുകൊണ്ടാണ് അവളെ തെരഞ്ഞുപിടിച്ച് അവളിലെ അഹന്തയും വാശിയൊക്കെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അതിന്റെ അളവ് കൂട്ടുകയാ വേണ്ടത്. പ്രതാപന് മനസ്സിലായി കഴിഞ്ഞല്ലോ, പൂർണ്ണ ആരോഗ്യവാനായ ഒരു ഭർത്താവിനൊപ്പമാണ് താൻ സഞ്ചരിക്കുന്നതെന്ന്. അത് അയാളുടെ മനസ്സിനെ തളർത്തിക്കോളും. ഇന്നൊന്നും പറയാൻ പറ്റില്ല കണ്ണേട്ടാ. എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ സന്തോഷത്തോടെ ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ അയാളും അയാളുടെ അമ്മയൊക്കെ. അതുകൊണ്ട് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ എത്ര പണം വേണേലും കൊടുക്കും, എന്തും ചെയ്യും.
എന്തൊരു ചൂടാ അമ്മ ഇത്. അത്ര ചൂടൊന്നുമില്ല. അമ്മ അമ്മ ഒന്ന് പതുക്കെ. മര്യാദയ്ക്ക് അവിടെ ഇരി. ഓ. ചൂട് പിടിക്കട്ടെ. അതെ, എന്തൊക്കെയാ അമ്മ ഇവിടെ നടന്നത്? കൊറേ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ എന്തൊക്കെയാ നടന്നേ. ഇവിടെ നടന്ന എന്താണെന്ന് എന്നെ പോലെ തന്നെ നീയും കണ്ടതാണല്ലോ, അനുഭവിച്ചതാണല്ലോ. ഇവിടെ നടന്നതിന്റെ ശേഷിപ്പാ ഇപ്പൊ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആവി പിടിച്ചോണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ആരോഗ്യം അമ്മേ, അവനൊരു മുടന്ത് പോലും ഇല്ലല്ലോ. അവന്റെ കാലിനൊക്കെ എന്തൊരു ആരോഗ്യ. ആ കിളവന്റെ മരുന്നല്ലേ ആ തോമസ് വൈദ്യന്റെ. അതുകൊണ്ട് ചിലപ്പോ അവന്റെ കാലൊക്കെ ഇപ്പൊ ഉരുക്കായി കാണും. അതല്ല ഇവിടത്തെ വിഷയം. ഇനി അവനും അവളും കൂടെ ഈ കാര്യം നമ്മുടെ കൊച്ചിനോട് പോയി പറയായിരിക്കോ? പറയത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ചിലപ്പോ അവൻ കർണമോളുടെ മുന്നിൽ കൂടെ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഓടാടാ. എന്നിട്ട് മോള് കാണാത്ത ഏതെങ്കിലും ദേശത്ത് നമുക്ക് താമസിക്കാം. അന്ന് ഇരുട്ടത്ത് വന്ന് എന്നെ തല്ലിയത് അവനാ അമ്മേ. അത് നടന്നിട്ടിപ്പോ എത്ര മാസമായി? അപ്പോ അതിനു മുമ്പ് അവൻ നടന്നു തുടങ്ങിയതാ. അതെ. എന്നിട്ട് ആരെ അറിയിക്കാതെ അവൻ ഇത്രയും നാള് വീൽ ചെയറിനകത്ത് നടന്നില്ലേ? അവന്റെ വീട്ടിലുള്ളവർ പോലും ഈ കള്ളത്തരം കണ്ടുപിടിച്ചില്ലല്ലോ അമ്മേ. ഇനിയിപ്പോ ഉറപ്പിക്കാം ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നത് കണ്ണന്റെ കുഞ്ഞു തന്നെയാണെന്ന്. അമ്മേ, ഒരു ദിവസം ആ ആനന്ദൂനെയും ലേഖയും കൂട്ടിയിട്ട് അവളും അവനും മൂന്നാറിലേക്ക് ടൂറൊക്കെ പോയില്ലേ? അതൊക്കെ നടന്നു തുടങ്ങിയതിന് ശേഷമായിരിക്കും. ഉറപ്പല്ലേ? എന്താടാ? അല്ല, അന്ന് മേഘം പറഞ്ഞായിരുന്നു കണ്ണൻ നടക്കുന്നത് കണ്ടത്. പക്ഷെ അന്നവൻ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. അതുകൊണ്ട് കണ്ടത് ഉള്ളതോ കള്ളതോ എന്ന് അവന് ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഇനി ഏതായാലും ഉറപ്പിക്കാമല്ലോ കണ്ടതെല്ലാം സത്യമാണെന്ന്. അയ്യോ, നല്ല വേദന ഇവിടെ ഇവിടെ പെടലില്. വലിയ ചൂടൊന്നുമില്ല. എന്താടാ? ഭയത്തി തടവമ്മേ. ഇതിനെ എനിക്ക് ശമ്പളം തരണം. ഇപ്പൊ ഇതാണല്ലോ എന്റെ പ്രധാനപ്പെട്ട ജോലി. നീ പോയി തല്ലു വാങ്ങിച്ചോണ്ട് വരും, ഞാനിങ്ങനെ തടവി തടവി മരിക്കുകയും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും കർണമോള് നമ്മുടെ നാവിന്ന് ഈ സത്യം അറിയരുത് പ്രതാപ. അവൾ അറിഞ്ഞു കഴിഞ്ഞ നമ്മള് ഭയക്കുന്നതൊക്കെ സംഭവിക്കൂടാ. അവള് പിന്നെ ജീവിച്ചിരിക്കത്തില്ല. എന്റെ ദൈവമേ, ഓരോന്നൊക്കെ ഓർത്തിട്ടും നിന്റെ ദേഹത്തേക്ക് തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കാനാ തോന്നുന്നേ. എന്തിനാടാ ഒരുത്തിന്റെ വാക്ക് കേട്ട് ലോറി കൊണ്ടുപോയി ആ കണ്ണന്റെ അച്ഛനെ കൊന്നത്? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യല്ലേ. എന്നിട്ട് തലയ്ക്ക് വെളിവില്ലാതായപ്പോ അവൻ തന്നെ അങ്ങ് പറഞ്ഞോണ്ട് നടക്കുക, ഞാനാണ് വിശ്വനാഥനെ കൊന്നത്. ഒറ്റ എണ്ണം കൊന്നുകളെ ഞാൻ. പട്ടുപിടിച്ച് നടക്കുന്നു. നല്ല വേദന. എന്താ അമ്മ ഇങ്ങനെ ചിരിക്കുന്നേ? പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യൂടാ മാർക്കോ? പ്രതാപനാണ് കണ്ണമ്മോന്റെ അച്ഛനെ കൊന്നതെന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ കണ്ണമ്മോനും നന്നായി നടക്കുന്നുണ്ടെന്ന് ഇപ്പൊ പ്രതാപനും അറിഞ്ഞു. ഇനി ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ കണ്ണമ്മോന്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ നടക്കാൻ കിടക്കുന്നു. അവരെ ദ്രോഹിച്ചവർക്കും ദ്രോഹിക്കുന്നവർക്കും ദൈവം കരുതി വെച്ചിരിക്കുന്നത് കണ്ണീരാ മാർക്കോ. സത്യം പറഞ്ഞ ഈ പ്രതാപൻ എന്നെ ജീവിക്കാൻ പാടുണ്ടോ അമ്മേ? അവൻ ജീവിക്കണം, അവന് തന്നെ ബാധ്യതയായിട്ട്. അവൻ തന്നെ ഭാരമായി തോന്നണം. അവൻ കണ്ടല്ലോ അവന്റെ മോള് കിടന്ന് കഷ്ടപ്പെടുന്നത്. അവളെ അവിടെ ഇട്ട് തൂത്തു തുടപ്പിക്കുക മഹാലക്ഷ്മി. വീട്ടുജോലി എടുക്കുന്ന പെണ്ണുങ്ങളോട് മാന്യമായിട്ടേ മഹാലക്ഷ്മി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ആളാ സ്വന്തം അനിയത്തിയെ ഇങ്ങനെ വശം കെടുത്തുന്നത്. അത് അവൾ നന്നാവാൻ വേണ്ടിയാ. പ്രതാപനോ അയാളുടെ അമ്മയ്ക്കോ തിരിച്ചടി കിട്ടിയാൽ അവന് പ്രശ്നമല്ല. പക്ഷേ അതുപോലെയല്ല അവരുടെ അരുമയായ മോളുടെ കാര്യം. അവൾക്ക് ചെറുതായിട്ടൊന്ന് നൊന്താൽ അതിന്റെ 10 ഇരട്ടി നോവും അവളുടെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ.
അങ്ങനെ നൊന്തതുകൊണ്ടാ അത് സഹിക്കാൻ പറ്റാതെ പ്രതാപൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയത്. അവൻ എന്തെങ്കിലും മഹാലക്ഷ്മിയെ ചെയ്തിരുന്നെങ്കിൽ അവന്റെ മോളെ അവന്റെ മുന്നിൽ വെച്ച് തീർത്തന്നെ ഞാൻ. എടാ മാർക്കോ, പറയുമ്പോ അങ്ങനെയൊക്കെ പറയാം. എന്നാൽ പെണ്ണുങ്ങളെ നിനക്കങ്ങനെ കൊല്ലാൻ പറ്റുവാണോ മാർക്കോ? പറ്റില്ല. പിന്നെ നീ ആണുങ്ങളെ തല്ലുവെന്ന് അറിയാവുന്നത് കൊണ്ട് പ്രതാപനും അവന്റെ അമ്മയ്ക്കും ഒക്കെ അതൊരു പേടിയായിട്ട് ഉള്ളിൽ കിടക്കും. ഒരിക്കലും നന്നാവാത്ത കുറേ ഇനങ്ങളാ. നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക്. ഇന്ന് നിന്റെ അമ്മയുടെ പിറന്നാളല്ലേ? അതെ, അതിനാ പോകുന്നത്. അതിനെന്തിനാ നീ പോകുന്നത്? നിന്നെ സ്നേഹിക്കാത്ത, നിന്നെ അംഗീകരിക്കാത്ത അമ്മയുടെ പിറന്നാൾ നീ ആഘോഷിക്കേണ്ട കാര്യം എന്താ? എങ്കിലും എന്നെ പ്രസവിച്ച അമ്മയല്ലേ, ആ അമ്മയുടെ പിറന്നാള് ആഘോഷിക്കുമ്പോ ഞാൻ എവിടെ വേണ്ടേ? എന്നു മുതലാ നിനക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായത്? നീ നല്ല പെണ്ണാവാൻ ശ്രമിക്കാണോ? ഇന്ന് മോശമായിട്ട് നടന്നിട്ടും കാര്യമില്ലല്ലോ. നിന്നെ പോലൊരു പെൺകുട്ടിക്ക് ഒരിക്കലും ഈ രീതിയിൽ മാറാൻ പറ്റില്ല. അങ്ങനെ നീ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാവും. നീ ഇപ്പൊ എന്തിനൊക്കെ ഭയക്കുന്നു? നിന്റെ അച്ഛന്റെ സമനില തെറ്റിയ മുതലാണ് നിനക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്. ഞാൻ തർക്കിക്കാനൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാ ഞാനിപ്പോ ചെയ്യുന്നത്. നിനക്ക് നിന്റെ ചേച്ചിയെ പോലെ തന്നെ വെറുപ്പാ ആ ചേച്ചിയെ സ്നേഹിക്കുന്ന അമ്മയെ. അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഇതെന്റെ രണ്ടാം ജന്മമാണെന്ന് കൂട്ടിക്കോ. ഈ ജന്മത്തില് ഇനി പഴയ കരുണയെ കാണാൻ നിങ്ങക്ക് പറ്റില്ല. നിന്നെ വീട്ടുജോലി ചെയ്യിക്കാനും വീട്ടിലുള്ളവർക്ക് വച്ചുകൊള്ളമാനും അല്ലല്ലോ നിന്റെ അച്ഛനും മുത്തശ്ശിയും ഇങ്ങോട്ടേക്ക് വിട്ടത്. എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാൾ കേക്ക് മുറിക്കുമ്പോ അവിടെ ഉണ്ടാവും. നിന്റെ ചേച്ചി നിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവല്ലേ? എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പോകുന്നത്. വിശ്വസിച്ചു വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, അതാണ് സത്യം. വരുന്നോ ഇയാളുടെ അമ്മയുടെ പിറന്നാൾ കേക്ക് മുറിക്കാൻ? നിങ്ങൾ പോയി ആഘോഷിച്ചാ മതി, നമ്മളെങ്ങ് വിട്ടേക്ക്. റെഡിയായോ? പോകാം. ആ, പോങ്ങണ്ണേട്ടാ. ഇവൾക്കേ ഇവളുടെ അമ്മയുടെ പിറന്നാളിന് പോണെന്നാ പറയുന്നേ. എന്തു പറ്റി മോളെ? എന്തു പറ്റാന്? ഞങ്ങള് രണ്ടാളെയും പ്രസവിച്ച അമ്മയാ. ആ അമ്മയുടെ പിറന്നാളിന് ഞങ്ങള് പങ്കെടുക്കും, അത്രേ ഉള്ളൂ. രണ്ടാളെയും പ്രസവിച്ചത് അവരാണെങ്കിലേ അവരമ്മയായത് നിനക്ക് മാത്രമല്ലേ? അതമ്മയുടെ തോന്നലാ. ഇവള് ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇവളുടെ എല്ലാ നിർബന്ധങ്ങളും അംഗീകരിച്ചു കൊടുത്തൊരു അമ്മയാ എന്റെ അമ്മ. പിന്നെ കുട്ടിക്കാലത്ത് എന്നെ നോക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. ഏതു നേരവും വഴക്കു പറയുകയും തല്ലുകയും ചെയ്യുന്ന ഒരു രണ്ടാനച്ഛനും അയാളുടെ അമ്മയുമാണ് വീടിനകത്തുണ്ടായിരുന്നത്. അവിടെ അമ്മ എനിക്ക് കുറച്ച് കൂടുതൽ കെയർ തന്നെങ്കിലേ അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാ പോവാം.
അച്ഛനിത് എന്താണ് ഉണ്ണി പറ്റിയേ? എനിക്കറിയില്ല അമ്മേ. അവൾക്കിപ്പോ കണ്ണനെയും മഹാലക്ഷ്മിയും ഭയങ്കര അനുസരണ. എടാ, ഇത് പ്രതാപന്റെ അയാളുടെ അമ്മയുടെയും ബുദ്ധിയാണോ? എന്തോന്ന് ബുദ്ധി? അല്ല, ഈ രീതിയിൽ അനുസരണയോടെ നിന്നിട്ടേ മഹാലക്ഷ്മിയെ തള്ളിയിടാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടാവോ? ആ, തള്ളിയിടും. പക്ഷെ അവസാനം വീഴുന്നതേ അവളായിരിക്കും. ഇവിടെ അതാണല്ലോ കണ്ടിട്ടുള്ളത്. എടാ, എന്നാ കരുണയ്ക്ക് മഹാലക്ഷ്മി എന്തോ ഉള്ളിൽ കൊടുത്ത് മയക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. എടാ, അവൾ എന്തിനാണോ എന്തോ ഇവിടെ കടിച്ചു തൂങ്ങുന്നത്? പ്രസവം വരെയെങ്കിലും ആ ലേഖയുടെ വീട്ടിൽ നിന്നൂടെ? അത്രയും ദിവസമെങ്കിലും ബാക്കിയുള്ളവർക്ക് മനസമാധാനം കിട്ടുമായിരുന്നല്ലോ.